എൻ്റെ അമ്മേ, ആ ഫോണൊന്ന് നേരെ പിടിക്ക്. ഇങ്ങനെയിട്ട് കുലുക്കാതെ. എനിക്ക് അമ്മയുടെ മുഖം കാണുന്നില്ല, മൂക്ക് മാത്രമേ കാണാവൂ. ദുബായിൽ നിന്നും തൻ്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ കിരൺ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ദേ കിച്ചു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് ഈ കുന്ത്രാണ്ടമൊന്നും വേണ്ടാന്ന്. ഇതിൻ്റെ എവിടെ തൊട്ടാലും പ്രശ്നമാണല്ലോ. ആ ചെറിയ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ എന്തു സുഖമായിരുന്നു. അവർ ഫോൺ ഒരല്പം അകത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഫോണിൽ അമ്മയെ ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയേക്കാൾ പ്രായമായവർ വരെ ഇന്നത്തെ കാലത്ത് ആൻഡ്രോയിഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ എന്തൊക്കെ ഉപകാരങ്ങളാണ്. എപ്പോൾ വേണമെങ്കിലും കണ്ട് സംസാരിക്കാം, വാർത്തകൾ അറിയാം, ഭക്തിഗാനങ്ങളും സിനിമകളും കാണാം. അങ്ങനെ എത്ര ഉപകാരങ്ങൾ ഉണ്ടെന്ന് അറിയോ? അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതും പോരാഞ്ഞിട്ട് ന്യായീകരിക്കുന്നത് കണ്ടില്ലേ? മോനായിപ്പോയി. അല്ലെങ്കിൽ നല്ല 4 എണ്ണം പറഞ്ഞേനെ ഞാൻ. അമ്മയുടെ ദേഷ്യം കണ്ട് അവൻ്റെ മനസ്സിൽ ചിരി ഊറി വന്നു. ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അമ്മയെ കാണാൻ വല്ലാത്ത സൗന്ദര്യം തന്നെയാണ് കേട്ടോ. ഇനി 6 മാസം കൂടിയല്ലേ ഉള്ളൂ എൻ്റെ ചന്ദ്രികാമ്മേ. ഞാൻ അപ്പോഴേക്കും പറന്നെത്തില്ലേ? എന്തിന്? 1 മാസം നിന്ന് ബോധ്യപ്പെടുത്തി പോകാനോ? എൻ്റെ കിച്ചു, ഈ വരുന്ന ചിങ്ങത്തിൽ നിനക്ക് 32 വയസ്സ് തികയാണ്. കാശുണ്ടാക്കി വരുമ്പോൾ മനസ്സിനിണങ്ങിയ പെണ്ണിനെ കിട്ടിക്കൊള്ളണം എന്നില്ല. ശങ്കുനായർ വന്നപ്പോഴും അത് തന്നെയാണ് പറയണേ. ഇത്തവണ വന്നിട്ട് പെണ്ണ് കണ്ടുറപ്പിച്ചിട്ട് പോയാൽ മതി. അടുത്ത ലീവിന് കാത്തിരുന്നാൽ ചിലപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവില്ലെന്ന്. ഓ, അയാളാണല്ലേ അമ്മയെ അപ്പോൾ പിരികേറ്റി വിടണത്. അയാൾക്ക് ബ്രോക്കർ കാശ് കിട്ടാൻ, അല്ലാതെന്താ? അത് കേട്ട് തുള്ളാൻ അമ്മയും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കഴിയാനാണെങ്കിൽ ഹായിക്കോ. ഈ വിഷയം എപ്പോൾ സംസാരിച്ചാലും പിണക്കത്തിലേക്ക് കലാശിക്കൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? അമ്മയുടെ കല്യാണിയും ഗോമതിയും എന്തൊക്കെ പറയുന്നു? മിണ്ട പ്രാണികളാണെങ്കിലും അവർക്കൊക്കെ നിന്നെക്കാൾ സ്നേഹമുണ്ട്. പിന്നെ കിച്ചു, ശങ്കനായർ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താ അത്? അടുക്കളപ്പണിയും പശുക്കളുടെ കാര്യവും തനിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എന്നെ സഹായിക്കാൻ ഒരാളെ ഏർപ്പാടാക്കാൻ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. ദിവസവും വന്നു പോകാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ മൂപ്പര് വന്നിരുന്നു. അയാളുടെ പരിചയത്തിൽ ഒരു സ്ത്രീ ഉണ്ടത്രേ. പക്ഷേ അവർക്ക് ദിവസവും വന്നു പോകാൻ അസൗകര്യമുള്ളതുകൊണ്ട് താമസ സൗകര്യവും കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, ഒന്നാമതേ ഇന്നത്തെ കാലം ശരിയല്ല. പരിചയമില്ലാത്തവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ഒടുക്കം പണി വാങ്ങാൻ നിൽക്കണോ? ഓരോ ന്യൂസും കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാവുക. അവൻ വേവലാതിയോടെ പറഞ്ഞു. ഹേയ്, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഒരു പരിചയമില്ലാത്ത ഒരാളെ അയാൾ കൊണ്ടുവരില്ലല്ലോ. ഏതായാലും ഞാൻ നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റില്ലേൽ പറഞ്ഞു വിട്ടോളാം. ശരി. എന്തായാലും വീട്ടിലെ ആഭരണത്തിൻ്റെ കണക്കുകളും പണത്തിൻ്റെ കണക്കുകളും ഒന്നും വരുമ്പോഴേ വിളമ്പാൻ നിൽക്കണ്ട. അത് മതി ചിലർക്ക്. എന്തും ചെയ്യാൻ മടിക്കില്ല. എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം. എന്തേലും പന്തികേട് തോന്നിയാൽ അപ്പുറത്തെ വീട്ടിലെ കണ്ണേട്ടനെ ഫോൺ ചെയ്താൽ മതി. ഏത് രാത്രിയായാലും. അവന് തൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ശരിയമ്മേ, കുറച്ച് തിരക്കുണ്ട്, പിന്നെ വിളിക്കാം. കുറച്ച് തിരക്കുണ്ടമ്മേ. അതും പറഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. അപ്പോൾ അവർ വീണ്ടും തൻ്റെ മറ്റൊരു ലോകമായ പശുക്കളുടെ അടുത്തേക്ക് പോയി. കറവയും പാൽ വിതരണവും വിളക്ക് വയ്ക്കലും ഒക്കെയായി അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ശങ്കുനായർ സഹായത്തിന് ആളെയും കൂട്ടി വന്നിരുന്നു. 45 വയസ്സുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും 30-നടുത്ത് പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് അവരൊന്ന് അമ്പരന്നു. എന്താ കുട്ടിയുടെ പേര്? രേവതി. ആരൊക്കെയുണ്ട് വീട്ടിൽ? അതിനവൾ ഉത്തരം പറയാതെ മടിച്ചു നിന്നപ്പോൾ ശങ്കുനായരാണ് മറുപടി പറഞ്ഞത്. അച്ഛൻ നേരത്തെ പോയതാ. 5 കൊല്ലം മുന്നേ ഒരു അസുഖം വന്ന് അമ്മയും പോയി. ആകപ്പാടെ ഉള്ളത് ഒരാങ്ങളെയാണ്. അവനും ഇപ്പോൾ ഈ കൊച്ചിനെ വേണ്ടാതെയായി. അപ്പോഴാ ഇവിടത്തേക്ക് ഒരാളെ നോക്കുന്നുണ്ടെന്നറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നു. കുട്ടി അകത്തേക്ക് ചെന്നോളൂ. പോയി കുറച്ചു നേരം വിശ്രമിക്ക്. എന്നിട്ട് അടുക്കളയിൽ കയറിയാൽ മതി. രേവതി അകത്തേക്ക് പോയതും മടിയിൽ കരുതിയിരുന്ന പൈസ എടുത്ത് അവർ ശങ്കുനായരുടെ നേരെ നീട്ടി. അയ്യോ, പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ. അറിയാം ശങ്കുനായരെ, ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. അയാൾ അത് വാങ്ങി കീശയിൽ കരുതി. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായയൊക്കെ പിന്നീടാകാം. പോയിട്ട് കുറച്ച് പണിയുണ്ട്. അവരോട് യാത്രയും പറഞ്ഞ് തൻ്റെ കാലൻകുടയിൽ നിവർത്തി പിടിച്ചുകൊണ്ട് അയാൾ വേഗത്തിൽ നടന്നകന്നു. അകത്തേക്ക് ചെന്ന് അവർ മറഞ്ഞു നിന്ന് രേവതിയെ നോക്കി. കൈകൾ രണ്ടും മുഖത്തിൽ അമർത്തി തേങ്ങിക്കരയുകയാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ അറിയാതെ അവരുടെ മനസ്സും വിങ്ങി. രാത്രി പതിവിലും വൈകിയാണ് കിരൺ വിളിച്ചത്. എന്താടാ ഇന്ന് വൈകിയത്? അതമ്മേ, കുറച്ചധികം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അല്ല, ഇന്ന് ക്യാമറ പൊസിഷനൊക്കെ കറക്റ്റാണല്ലോ, എന്തു പറ്റി? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ആ കുട്ടി വെച്ച് തന്നതാ. എന്നോട് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. കുട്ടിയോ? അവൻ നെറ്റി ചുളിച്ചു. അതേടാ, കണ്ടപ്പോൾ ഞാനും ഞെട്ടി.
കുറച്ച് പ്രായമുള്ള ഒരാളെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ നിന്റെ പ്രായം കൂടി ഉണ്ടാവില്ല കുട്ടിക്ക്. പക്ഷെ ആള് മിടുക്കിയാണ് എല്ലാത്തിനും. എൻ്റെ ഒപ്പം നിന്നോളും. ഈ അമ്മ ഇങ്ങനെയാ, ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളല്ലേ വീട്ടുപണിക്ക് നടക്കുന്നത്. ഇത് മോഷണം തന്നെയായിരിക്കും ഉദ്ദേശം. എല്ലാം കണ്ടറിഞ്ഞ് പതിയെ എല്ലാം തട്ടിയെടുത്ത് കൊണ്ടുപോകാമല്ലോ. നാളെ തന്നെ അവളെ പറഞ്ഞു വിട്ടേക്ക്. എന്തിലും മോശം മാത്രം കാണുന്നത് നിനക്കിപ്പോൾ അധികമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ വേഗം കട്ടാക്കി അവർ ഫോണിൻ്റെ പിറകിലിരുന്ന രേവതിയെ നോക്കി. ആ കണ്ണുകൾ അന്നേരം നിറഞ്ഞു തുളുമ്പിയത് അവർ കണ്ടു. മോള് വിഷമിക്കണ്ട, ഇന്നത്തെ ലോകമല്ലേ, അവന് അതോർത്ത് പേടിയായിട്ടാണ്. ആളൊരു പാവമാണ്, മോള് വിഷമിക്കണ്ട, വാ നമുക്ക് കഴിക്കാം. അതും പറഞ്ഞ് അവർ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. അപ്പോഴും അമ്മ എന്തിനാണ് ധൃതി പിടിച്ച് ഫോൺ കട്ടാക്കിയത് എന്ന് മനസ്സിലാവാതെ അവനിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ സംസാര വിഷയം ആ കുട്ടി മാത്രമായി മാറുന്നുവെന്ന് അവൻ ശ്രദ്ധിച്ചു. പലപ്പോഴും അമ്മയുടെ മനസ്സിനെ സ്വാധീനിച്ച ആ വ്യക്തിയെ കാണാൻ ആഗ്രഹം തോന്നിയിരുന്നുവെങ്കിലും അവൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് അമ്മയുടെ വാക്കിൽ നിന്നും മനസ്സിലായി. അമ്മയെ വീഡിയോ കോൾ ചെയ്യുമ്പോഴെല്ലാം അവിടെ ഇവിടെയായി അവ്യക്തമായ അവളുടെ രൂപം അവൻ കണ്ടിരുന്നു. എന്നാലും എന്തിനായിരിക്കും ആ കുട്ടി വീട്ടുജോലി ചെയ്യാൻ മുതിർന്നത്, അതും സ്വന്തം വീടുപേക്ഷിച്ച്? അമ്മ പറഞ്ഞു. അവളുടെ കഥയെല്ലാം അറിയാമെങ്കിലും ആ ചോദ്യം വീണ്ടും അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. നാളുകൾ പോയതറിഞ്ഞില്ല. അടുത്ത ആഴ്ചയാണ് വീട്ടിലേക്ക് പോകുന്നത്. പോകാനുള്ള പർച്ചേസിങ്ങിനിടയിൽ അവൾക്കൊരു വാച്ച് വാങ്ങുവാനും അവൻ മറന്നില്ല. തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നതല്ലേ. അങ്ങനെ ആ ദിവസം വന്നെത്തി. രാവിലത്തെ ഫ്ലൈറ്റിനാണ് കിരൺ എയർപോർട്ടിൽ എത്തിയത്. അമ്മയും 2 സുഹൃത്തുക്കളുമാണ് അവനെ സ്വീകരിക്കാൻ പോയത്. അവരെ കണ്ടതും അവർ സന്തോഷം കൊണ്ട് വാരിപ്പുണർന്നു. അമ്മയെ കണ്ട മാത്രയിൽ അവൻ്റെയും കണ്ണു നിറഞ്ഞു. വണ്ടി വീട്ടുപടിക്കലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ ആ കുട്ടി എവിടെ? വീട്ടിലെത്തി വിശ്രമിച്ച ശേഷം ലഗേജുകൾ തുറക്കുമ്പോഴാണ് അവൻ അവളെ തിരക്കിയത്. അമ്മയുടെ കുട്ടി എവിടെ? ഇന്ന് രാവിലെയാണ് അവൾ പറയുന്നത്. 2 ദിവസം ഒന്ന് വീട്ടിൽ പോയി വരണമെന്ന്. ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ വേണ്ടെന്ന് പറയുന്നത്? കൂടെപ്പിറപ്പിനെ കാണാൻ കൊതി തോന്നിയിട്ടുണ്ടാവും. പാവം, അവളില്ലാത്ത കുറവ് ഈ വീട്ടിൽ നല്ലതുപോലെ അറിയാനുണ്ട്. ഒരു നെടുവീർപ്പോടെ അവർ പറഞ്ഞു. ദാ, ഇത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്, വരുമ്പോൾ കൊടുത്തേക്ക്. അവൻ വാച്ചെടുത്ത് അമ്മയുടെ നേരെ നീട്ടി. നീ തന്നെ കൊടുത്താൽ മതി, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ലല്ലോ. അവരത് അവനെ തന്നെ തിരികെ ഏൽപ്പിച്ചു. അമ്മയുടെ കൈകൊണ്ട് വെച്ചു വിളമ്പിയ ആഹാരമെല്ലാം കഴിക്കുമ്പോൾ സ്വർഗം കിട്ടിയ ഒരു അനുഭൂതിയായിരുന്നു അവന്. അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവൻ കിടന്നുറങ്ങി. പിറ്റേന്ന് മുറിയിൽ വെറുതെ കിടക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. കിച്ചു, ദേ 2 ദിവസം പറഞ്ഞു പോയ ആള് ഇന്ന് തന്നെ തിരികെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയോട്. അവൻ വേഗം എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം നേരെയാക്കി. അവൾക്ക് വേണ്ടി മാറ്റിവെച്ച വാച്ച് തിരയുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വന്നത്. ഇതാണ് എൻ്റെ ഒരേ ഒരു മകൻ. കിരൺ വാച്ച് അവൾക്ക് നേരെ നീട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ ഒരു നിമിഷം അമ്പരന്നു. രേവതി. അമ്പരപ്പോടെ തന്നെ മനസ്സിൽ ആ പേരുരുവിട്ടുകൊണ്ട് നിന്നപ്പോൾ അവൾ മായാത്ത പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി. കിരണിൽ നിന്ന് മറ്റൊരു പ്രതികരണവും ഇല്ലാതായപ്പോൾ അവൾ തിരികെ അടുക്കളയിലേക്ക് പോയി. എന്താടാ ഇങ്ങനെ ഇടിവെട്ടിയ പോലെയാണോ നിൽക്കുന്നത്? എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിച്ചുകൂടെ നിനക്ക്? ഇങ്ങനെ ഒരു ചെക്കൻ. അവരും പിറുപിറുത്തുകൊണ്ട് അവൾക്ക് പുറകെ പോയി. അപ്പോഴും അമ്പരപ്പ് മാറാതെ അവൻ കട്ടിലിലേക്കിരുന്നു. രേവതി, അതെ, അവൾ തന്നെ, തൻ്റെ മിടുക്കിയായ സഹപാഠി. കൂട്ടത്തിലുള്ള ഒരുത്തൻ പോലും അവളെ നോക്കാതിരുന്നിട്ടില്ല. താനും കൊതിച്ചിരുന്നതാണ്. പക്ഷേ മറ്റൊരാളെയും ശ്രദ്ധിക്കാതെ അവൾ പഠിത്തത്തിൽ മാത്രം മിടുക്കു കാണിച്ചു. 2 കവിളിലും നുണക്കുഴി ഉണ്ടായിരുന്നവൾ. കുറിയിട്ട് കണ്ണെഴുതി സ്കൂളിൽ വന്നിരുന്ന ആ പാവം പെൺകുട്ടിയെ എങ്ങനെ മറക്കാനാണ്? ഇന്നും ആ മുഖത്തേക്ക് നോക്കി. നുണക്കുഴികളിൽ സങ്കടത്തിൻ്റെ ആഴക്കടൽ മറഞ്ഞിരിക്കുന്നു. അന്ന് പ്രണയം തോന്നിയെങ്കിൽ ഇന്ന് അലിവ് തോന്നുന്നു. ദൈവമേ, പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുമെന്ന് വിശ്വസിച്ചിരുന്ന അവൾക്കിതെന്തു പറ്റി? അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അമ്മ അമ്പലത്തിലേക്ക് പോയ തക്കം നോക്കിയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നത്. രേവതി, താനിവിടെ ഈ കോലത്തിൽ? ഞാനിത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്കറിയില്ല. അതേ കിരൺ, എല്ലാം യാഥാർത്ഥ്യമാണ്. കിരണിൻ്റെ വീടാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. 2 ദിവസം കഴിഞ്ഞ് തിരികെ പോകാമെന്ന് കരുതി. പക്ഷേ സ്നേഹം കൊണ്ട് ഇവിടുത്തെ അമ്മ എന്നെ ബന്ധിച്ചു നിർത്തി. പിന്നെ കരുതി കിരൺ വരുന്നതിന് മുന്നേ പോകാമെന്ന്. ഈ കോലത്തിൽ കിരൺ എന്നെ കാണരുതെന്ന് ഞാൻ കരുതിയത് ഒരു പക്ഷേ എൻ്റെ സ്വാർത്ഥതയാകാം. 2 ദിവസത്തെ ലീവ് ചോദിച്ച് കിരൺ വരുന്ന ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിയത് ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കരുതിയാണ്. പക്ഷെ വിധി എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചു. എങ്കിൽ പിന്നെ വിധിയെ തോൽപ്പിക്കാമെന്ന് ഞാനും കരുതി. ദുഃഖം കലർന്ന ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ അവൾ പറഞ്ഞു.
പക്ഷെ തൻ്റെ പഠിത്തം നന്നായി പഠിച്ചിരുന്ന താനെങ്ങനെ? മൂത്ത മകളായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. കോളേജിൽ ചേർന്ന ആദ്യത്തെ വർഷമാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിയുന്നത്. അതും അറിയാൻ ഏറെ വൈകിപ്പോയിരുന്നു. പിന്നെ അമ്മയുടെ ചികിത്സ, അനിയൻ്റെ പഠനം എല്ലാം എൻ്റെ ഉത്തരവാദിത്തമായി. പഠനം ഉപേക്ഷിച്ച് ഞാൻ കൂലിവേല ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അപ്പോഴും അനിയനുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. അവനെയെങ്കിലും പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണമെന്ന ആഗ്രഹമായിരുന്നു മനസ്സ് നിറയെ. പക്ഷെ അത് നടന്നില്ല. അവനൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് പൊറുതി തുടങ്ങി. പിന്നീട് അവർക്ക് ഞാനൊരു ബാധ്യതയായി. ദേഹോപദ്രവം തുടങ്ങിയപ്പോൾ ഞാൻ ആ വീട് വിട്ടിറങ്ങി. ചെന്നുപെട്ടത് ശങ്കുമാമൻ്റെ അടുത്താണ്. മാമനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാനിവിടെ പണിയെടുത്ത് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കഴിഞ്ഞോളാം കിരൺ. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത്. തൊഴുതു പിടിച്ചുകൊണ്ട് അവൾ കരയുമ്പോൾ അവൻ്റെ നെഞ്ചും പിടഞ്ഞു. അവൻ യാതൊന്നും മറുപടി പറയാതെ തിരികെ മുറിയിൽ തന്നെ വന്ന് കുറച്ചുനേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്പലത്തിൽ നിന്നെത്തിയതും കിരൺ അമ്മയെ വിളിച്ച് തൻ്റെ അരികിലിരുത്തി. പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. തെറ്റാണെങ്കിൽ അമ്മ ക്ഷമിക്കണം. എന്താടാ? അവർക്ക് ആകാംക്ഷയായി. രേവതി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ സഹപാഠിയായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവളെ ഞാനടക്കം എല്ലാവരും മോഹിച്ചിട്ടുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ അവളെ ഇന്ന് ഈ നിലയിലെത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ഞാൻ അവളെ വീണ്ടും കാണുന്നത്. ഈ അവസ്ഥയിൽ അവളെ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി ഞാൻ. അവൾക്കിപ്പോൾ ആരുമില്ല. ജീവിതത്തിൽ ഒരു തുണയില്ലാതെ തനിച്ചാണവൾ. അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ച് അമ്മയുടെ മരുമകളായി കൊണ്ടുവരാൻ എനിക്ക് സമ്മതമാണ്. അത്രയും പറഞ്ഞു നിർത്തി അവൻ മുഖം കുനിച്ചിരുന്നു. അവൻ പറഞ്ഞത് അത്രയും കേട്ട് വിശ്വസിക്കാനാകാതെ അവർ കുറച്ചു നേരം ഇരുന്നു. എനിക്ക് എതിർപ്പുണ്ട്. അത് കേട്ടതും അവൻ വീണ്ടും നിരാശനായി തല കുനിച്ചിരുന്നു. എൻ്റെ മരുമകളായി കാണാൻ എനിക്ക് എതിർപ്പുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. മകളായി കാണുന്നതിൽ വിരോധമില്ല. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഒരു നിമിഷം ഞെട്ടലോടെ അവൻ അമ്മയെ നോക്കി. എനിക്ക് സമ്മതമാണ് കിച്ചു. അവളൊരു പാവമാണ്. നിന്റെ കുറവുകൾ അറിയിക്കാതെ ഒരു മകളുടെ സ്നേഹം തന്ന് എൻ്റെ കൂട്ടായിരുന്നവളാണ് അവൾ. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ പരം പുണ്യം എൻ്റെ മോനിനി ചെയ്യാനില്ല. ഇടയ്ക്കെപ്പോഴോ ഞാനും അറിയാതെ കൊതിച്ചു പോയിട്ടുണ്ട് അവൾ ഈ വീട്ടിൽ മരുമകളായി വന്നിരുന്നുവെങ്കിലെന്ന്. പണമോ അന്തസ്സോ അല്ല ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. നിനക്കൊപ്പം അമ്മയുണ്ട് മോനെ. അത് പറഞ്ഞതും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ അമ്മയെ വാരി പുണർന്നു. അന്നേരവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ എല്ലാം കേട്ട് അവളും ഒരു വാതിലിനപ്പുറം ഉണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.